ശ്രീ റെജി, ഒരു 2 മിനിറ്റ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള വർഗീയ സംഘടനകളെ ഒരു കൈയകലം മാത്രം നിർത്തിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ കാലത്തൊക്കെ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി മുസ്ലിം ലീഗാണ് ചരട് വലിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ. എന്തിനാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമുള്ളത്? ഷാജി പറയുന്നുണ്ട് മതമാണ് ഞങ്ങളുടെ പ്രശ്നം, മതത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോൾ ഒരു മതേതര സ്വഭാവമൊക്കെ മുസ്ലിം ലീഗിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാണുകയാണ്. എങ്ങനെയാണ് ഈ വർഗീയ ശക്തികളുമായി കോൺഗ്രസിന് ഇങ്ങനെ കൈകോർക്കാൻ സാധിക്കുന്നത്? വളരെ പെട്ടെന്ന് 2 മിനിറ്റേ നമ്മുടെ മുന്നിലുള്ളതുകൊണ്ടാണ്. നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും അതിന്റെ നിലപാട് പ്രഖ്യാപിതമല്ലേ. എത്രയോ ഘട്ടങ്ങളിൽ നമ്മൾ ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജി പറഞ്ഞിട്ട് അതിനെതിരെ ഒരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ. പക്ഷേ യാഥാർത്ഥ്യം തുറന്നു കാട്ടുന്ന B ഗോപാലകൃഷ്ണനെതിരെ നിങ്ങളെടുത്ത സമീപനം എന്താണ്? നോക്കൂ നീലിമ, അങ്ങനെ പറഞ്ഞ് അതേതൊരു പ്രത്യേക കോണ്ടക്സ്റ്റിൽ എടുത്തു കാട്ടിയതല്ലേ. ഞാൻ ഒറ്റ കാര്യം നീലിമയോട് ചോദിക്കട്ടെ, അങ്ങനെ പറഞ്ഞ KM ഷാജിക്കെതിരെ അല്ലേ SDPI കാൻഡിഡേറ്റിനെ നിർത്തി അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത സമരത്തിലാണ് UDF. അത്തരത്തിൽ സമരം ചെയ്യുന്ന നേതാക്കളെ തെരഞ്ഞുപിടിച്ച് അവരെ തോൽപ്പിക്കാനുള്ള ശ്രമമല്ലേ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയ KM ഷാജിയെ തോൽപ്പിക്കാൻ ആരാണ് അവിടെ ശ്രമിക്കുന്നത്? അവിടെ SDPI ഉപയോഗപ്പെടുത്തുന്നത് ആരാണ്? വർഗീയ ശക്തികളുമായി വർഗീയ ശക്തികളെ എക്കാലത്തും എതിർത്തിട്ടുള്ള മുന്നണി ഏതാണ്? UDF അല്ലേ. അപ്പൊ ഒരു നിലപാട് പ്രഖ്യാപിതമല്ലേ. SDPIയുടെ വോട്ട് വേണ്ട എന്ന് UDF നിശ്ചയിച്ചിട്ടുള്ളതല്ലേ. ഇവിടെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെൽഫെയർ പാർട്ടി UDF-ന്റെ നിലപാട് കണ്ടുകൊണ്ട്, അതായത് വർഗീയ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുന്ന സമീപനത്തെ കണ്ടുകൊണ്ടാണ് അവര് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത് അൺകണ്ടീഷണലായി. നോക്കൂ, ഇവിടെ ബഹുമാനപ്പെട്ട കേണൽ ഡില്ലി സാർ അദ്ദേഹം പറയുകയുണ്ടായി, ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷമാണ് സംവാദങ്ങളൊക്കെ അവസാനിച്ചതെന്ന്. നോക്കൂ, അങ്ങയുടെ ഈ പാർട്ടികൾക്ക് ഏറ്റവും ഭയപ്പെടുന്നത് അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി